സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലുവ താലൂക്ക് കമ്മിറ്റി അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. അയ്യമ്പുഴ സെന്ററിൽ നടത്തിയ സദസ്സ് യൂണിയൻ ആലുവ ഏരിയ സെക്രട്ടറി കെ.എ. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തിന്റെ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക എന്നീ മുദ്രാവാക്യമുയർത്തി ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യ പ്രസ്ഥാനമായ FSCTO ആലുവ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയ്യമ്പുഴ സെന്ററിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. സദസ്സിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി.എ. മനീഷ അധ്യക്ഷയായി. യൂണിയൻ ജില്ലാ കൌൺസിൽ അംഗം ടി.കെ. സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ആലുവ ഏരിയ സെക്രട്ടറി കെ.എ. കൃഷ്ണകുമാർ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അധിനിവേശം നടത്തിയ, അതായത് കുടിയേറി പാർത്ത മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെയെല്ലാം വിലങ്ങണിയിച്ചിട്ട് അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഏറ്റവും വളരെ ഏറെ മോശമാർന്ന ഒരു അവസ്ഥയിലൂടെയാണ് അമേരിക്കയിൽ ഇന്ന് രണ്ടാമതായിട്ട് വന്ന ട്രംപിന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ വിദേശത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിലായാലും തികച്ചും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം എന്താണോ നമ്മുടെ കേരളത്തോട് കാണിച്ചിരിക്കുന്ന അവഗണന എന്നുള്ളത് കൂടുതൽ രൂക്ഷമാകാവുന്ന രീതിയിൽ തന്നെ വീണ്ടും നമ്മുടെ കേരളത്തിലെ കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുകയും കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയങ്ങൾ, വികസന ബദൽ നയങ്ങൾ എങ്ങനെ അട്ടിമറിക്കാമെന്നതിനെ കുറിച്ചുള്ള നയങ്ങളായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. KSTA ജില്ലാ കമ്മിറ്റി മെമ്പർ നോബിൾ കുഞ്ഞപ്പൻ അഭിവാദ്യം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ K.A. ശ്രീകുട്ടൻ, യൂണിയൻ സെക്രട്ടറി ജിനോ കെ ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.